നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ജോബ് കൊണ്ടോ അല്ലെങ്കിൽ ഫിക്സഡ് സാലറി കൊണ്ടോ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവും എന്നുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പല ആൾക്കാരുടെ അടുത്തും കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങാൻ നിങ്ങൾക്ക് അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാം. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എത്ര പെട്ടെന്ന് ജോലി വാങ്ങിച്ചാൽ നമുക്ക് അത് ചെയ്യാം, അവിടെ ട്രാവൽ ചെയ്യാം, ഇവിടെ ട്രാവൽ ചെയ്യാം. ഇതൊക്കെ പലർക്കും ഇപ്പോഴും പോസിബിൾ ആണോ? ട്രൂത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഒരിക്കലും ഒരു സിംഗിൾ ഇൻകം സ്ട്രീം വെച്ചിട്ട് നമുക്കൊരു ഒരു നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്, പലരും പറയല്ലോ നമ്മള് പ്രൈസ് ടാഗ് കണ്ട് സാധനം വാങ്ങാന്നുള്ളത്. അതൊരിക്കലും ഒരിക്കലും നടക്കില്ലെന്നല്ല. ബട്ട് നല്ല സാലറി ഉള്ളവർക്കൊരു നടക്കും. ബട്ട് ഞാൻ പറയുന്നത് ഒരു ആവറേജ് ഒരു 30,000 അല്ലെങ്കിൽ ഒരു 50,000 ഒക്കെ സാലറി ഉള്ള ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഈ പറയുന്നത് പോലെ നടക്കുമോ? ഒരിക്കലുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് ഒരു 99% ആൾക്കാരും ഇങ്ങനെയായിരിക്കും കടന്നു പോകുന്നത്. എന്ന് പറയുമ്പോ ഒരു 3-ാം തീയതി, 4-ാം തീയതി, അല്ല 5-ാം തീയതി ഒക്കെ ആയിട്ട് സാലറി വരുന്നു. ഇഎംഐ അടയ്ക്കുന്നു. പിന്നെ കഴിഞ്ഞ മാസം ലോൺ എടുത്ത് അടയ്ക്കുന്നു, ക്രെഡിറ്റ് കാർഡ് അടയ്ക്കുന്നു. ഇതൊക്കെ അടച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടേല് മൈനസ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ 30,000 സാലറിയുള്ള 35,000 ചിലവുള്ളവരുണ്ടാവും. അവർ റോൾ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കടന്നു പോകുന്നത്. ചിലരുടേതില് കറക്റ്റ് ആയിരിക്കും. ചിലരിൽ 1000, 2000, 3000, മാക്സിമം ഒരു 5000 ഒക്കെ ചിലരുടേല് പിന്നെ ബാലൻസ് ഉണ്ടാവുള്ളൂ. ആ 5000 വെച്ചിട്ടായിരിക്കും ചിലപ്പോ ആ മന്ത് കടന്നു പോകുന്നത്. പലരുടെയും അവസ്ഥ അതാണ്. അങ്ങനെ ഒരു ജീവിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലോ, മനസ്സിലായോ? നമുക്ക് ഈ പറയുന്ന പോലെ പ്രൈസ് ടാഗ് നോക്കി കഴിക്കാൻ എന്നുള്ള സംഭവം ഒരിക്കലും നടക്കില്ല. ഇങ്ങനെ പലരും പോകും. അത് മെയിനായിട്ട് കറക്റ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. 30,000 ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഇനഫ് ആണ്. ഇഎംഐ തന്നെ ഏറ്റവും വലിയ, അറിയാലോ. നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മീൻസ് മണി, നമ്മുടെ പൈസക്കും ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. സാലറി കൂടി കഴിഞ്ഞാലും നമ്മുടെ ഇൻഫ്ലേഷൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നുള്ളത് വരും വീഡിയോസ് ഞാൻ പറയാം. എന്നാൽ ഇൻഫ്ലേഷൻ എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് പോയി കാണാം. അപ്പോ ആഹ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഒറ്റ സാലറി കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല. ഞാൻ ഇപ്പൊ 99% പേരും ഞാൻ ഈ പറയുന്നത് പോലെ ആയിരിക്കും പോകുന്നത്. ഒരു 1% ഒരു അത്യാവശ്യം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ഒക്കെ അറിയാവുന്ന, അത്യാവശ്യം നല്ല കാര്യങ്ങൾ നോക്കി പൈസയൊക്കെ നോക്കി ചെലവാക്കി ഇൻവെസ്റ്റ് ചെയ്ത് കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, പലരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് 30,000 ശമ്പളം ഉള്ളുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഒരു ബിസിനസ്സുകാരന് 1,00,000 കിട്ടണമെങ്കിലും ആ ബിസിനസ്സുകാരന് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. നിങ്ങൾക്ക് ഈ മാസം പണിയെടുത്ത് എന്തായാലും അടുത്ത മാസം സാലറി കിട്ടും. ബിസിനസ്സുകാരന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു മാസം ഈ മാസം 1,00,000 ശമ്പളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസം 10,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്നത്. ഒരു ഫിക്സഡ് ഇൻകം അല്ല. പിന്നെ എപ്പോഴും ബിസിനസ് പൊട്ടാം, എപ്പോഴും കടം വരാം, ഭയങ്കര റിസ്ക് ആണ്, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ജോബാണ് സേഫ് എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇനി ഇതൊരു സീരീസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരും വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എങ്ങനെ മൾട്ടിപ്പിൾ സ്ട്രീം ഉണ്ടാക്കാം, എങ്ങനത്തെ ടൈപ്പ് മൾട്ടിപ്പിൾ സ്ട്രീം ഉണ്ട്, അതിന് മുമ്പ് അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ബേസിക് ആയിട്ട് വരും വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോ നിങ്ങള് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ആഹ് ഒരു ഒരു എ ഒരു അല്ലെങ്കിൽ ഒരു എ ആള്, ഒരാള് ബി. അപ്പൊ ഈ എ ആൾക്ക് 30,000 അല്ലെങ്കിൽ 50,000 ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു 50,000 ശമ്പളം ഉള്ളൂ. അയാൾ 50,000 ഒക്കെ ഇഎംഐ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് പേ ചെക്ക് ടു പേ ചെക്ക് ചിലപ്പോൾ ഒരു മാസം 3,000 4,000 വെച്ചിട്ട് കൈ കെട്ടി ആ ഒരു രീതിയിലായിരിക്കും സേവ് ചെയ്തായിരിക്കും പോകുന്നത്. ബാക്കി വരുന്ന ബി ആളിന്റെ, അയാൾക്ക് 30,000 ശമ്പളം ഉള്ളൂ എന്ന് വിചാരിക്കും. അയാൾ എന്ത് ചെയ്യുന്നില്ല, അനാവശ്യമായിട്ട് ഇഎംഐ എടുക്കുന്നില്ല. അയാൾ ബേസിക് ആൾക്ക് നെസസിറ്റി നോക്കിയിട്ട് ജീവിക്കുന്നു. അയാൾ എന്ത് ചെയ്തു, എല്ലാ മാസവും ഇത്ര രൂപ വെച്ച് സേവ് ചെയ്യും, ഇത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇത്ര രൂപ ബിസിനസ്സിലോട്ട് ഇടാൻ വേണ്ടി എന്നൊരു ചിട്ടിയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ SIP എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കാം. ഒരു 3-4 കൊല്ലത്തിൽ അതിൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കി ഒരു ബിസിനസ് തുടങ്ങി. ഒരു 6-7 കൊല്ലം കഴിയുമ്പോൾ പിന്നെ വേറെ ബിസിനസ് തുടങ്ങി. ചിലപ്പോൾ അയാളുടെ 10 കൊല്ലം കൊണ്ട് ഇപ്പൊ ഈ 50,000 സാലറി ഉള്ള ആള് ഒരു വർഷം 6 ലക്ഷം രൂപയായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. 30,000 ഉള്ള ആള് ചിലപ്പോ കാര്യം ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബിസിനസ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളി ഒരു 1,00,000 രൂപയ്ക്ക് ഒരു വർഷം ഉപയോഗിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഈ 6 ലക്ഷം കിട്ടിയ ആള് ഒരു 5 ലക്ഷം രൂപ ഉപയോഗിച്ചില്ല, 6 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചായിരിക്കാം. ഒരു 15 കൊല്ലം കഴിയുമ്പോൾ ഈ 50,000 രൂപ സാലറി ഉള്ള ഒരാളുടെ ഇനി ഇൻക്രിമെന്റ് ചെയ്ത് പോയാൽ തന്നെ ചിലപ്പോ ഒരു
80,000 മാക്സിമം ഒരു 1,00,000 ശമ്പളം ആയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ബേസിക് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് ഒരു 15 കൊല്ലം കൊണ്ട് 1,00,000 അല്ലെങ്കിൽ 1,50,000 ഉണ്ടെങ്കിലും ഈ ബിസിനസ് ചെയ്ത ആള് 2 ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത എന്താണ്? കൂടുതലാണ്. ഒപ്പം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? SIP ഇട്ടിട്ടുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, സേവിങ്സ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഈ 15 കൊല്ലം കഴിയുമ്പോൾ രണ്ടുപേരുടെ ജോലി പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ 2 ഇൻകം സ്ട്രീംസ് ഉണ്ട്. അതിലൂടെ ഇയാൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം പോയാലും ഒരെണ്ണം ഇതുണ്ട്. പ്ലസ് ഇയാൾക്ക് സേവിങ്സ് ഉണ്ടാവും, SIP ഇൻവെസ്റ്റ്മെന്റ്സിൽ അയാളൊക്കെ ഉണ്ടാവും. സോ ഇയാളുടെ ലൈഫ് സെറ്റ് ആണ് അവിടെ. അയാൾക്ക് പെട്ടെന്നൊരു ഇഷ്യൂ വന്നാലും അയാൾക്ക് പോകാനില്ല. പക്ഷെ മറ്റേ ആൾക്ക് അങ്ങനെ അല്ലായിരിക്കും. മറ്റേ ആളുടെ ജോലി പോയി കഴിഞ്ഞാൽ പേചെക്ക് ടു പേചെക്ക് ആയിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. പെട്ടെന്ന് എന്ത് ചെയ്യാണ്? EMI അടിക്കാനില്ല, ഒന്നും അടിക്കാനില്ല. ആ ഒരു രീതിയിലോട്ട് വരും. അപ്പൊ എപ്പോഴും മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒപ്പം തന്നെ എമർജൻസി ഫണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്കൊരു എമർജൻസി ഫണ്ട് ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും 30,000 രൂപ സാലറി ഉണ്ട്, 30,000 ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, സേവ് ചെയ്യും, എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യും, SIP ഇടും, ഇതിനൊക്കെ എമൗണ്ട് ഉണ്ട്, EMI അടിക്കാൻ വേണ്ടി തികയുന്നില്ല എന്ന് പലരും പറയുന്നുണ്ടാവും. അവിടെ നിന്ന് എങ്ങനെ കുറെ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഉണ്ടാക്കാം, ആ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് കൊണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു അത്യാവശ്യം നിങ്ങൾ ഈ പറയുന്ന പോലെ MRP നോക്കാതെ അല്ലെങ്കിൽ പ്രൈസ് ടാഗ് നോക്കാതെ സാധനം വാങ്ങാൻ ആ ഒരു രീതിയിലേക്ക് ജീവിച്ചു എന്നറിയില്ലേ, ആ ഒരു രീതിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ വരുന്ന വീഡിയോ സീരീസിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊരു വീഡിയോ സീരീസ് ആയിട്ടായിരിക്കും. എങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കാം, എങ്ങനെ മൾട്ടിപ്പിൾ സ്ട്രീം ഇൻകം ഉണ്ടാക്കി എങ്ങനെ സെറ്റിൽ ആവാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലേക്ക് നിൽക്കാം.